ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്നും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ഈമാനും തഖ്വയും കൈവരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മളുടെ മക്കൾ ഒരവധിക്കാലത്താണുള്ളത്. അവധിക്കാലം എന്നുള്ളത് ധാരാളം ഒഴിവ് സമയം ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. അത്തരത്തിൽ ഒഴിവ് സമയത്തെ ഇസ്ലാം ഒരു വലിയ അനുഗ്രഹമായി കൊണ്ടാണ് അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നിഅമതാനി മഗ്ബൂനൻ ഫീഹിമാ കസീറും മിനന്നാസ്. റസൂലുള്ളാഹി എടുത്തു പറഞ്ഞതും ജീവിതത്തിൽ എണ്ണി നോക്കിയാൽ എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നാൽ റസൂലുള്ളാഹി ഒന്നുകൂടി ഗൗരവത്തിൽ ആ അനുഗ്രഹങ്ങളിൽ ചിലതിനെ ഓർമ്മപ്പെടുത്തിയപ്പോൾ രണ്ട് അനുഗ്രഹങ്ങൾ, മഗ്ബൂനുൻ ഫീഹിമ, അതിൽ ആളുകൾ അശ്രദ്ധരാണ്, ശ്രദ്ധിക്കാതെ പോകുന്ന രണ്ട് അനുഗ്രഹത്തെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുന്നത്. അതിലൊന്ന് അസ്വിഹ, ആരോഗ്യമാണ്. പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നത്, ആരോഗ്യമുള്ള സമയത്ത് ആരോഗ്യത്തിൻ്റെ വില തിരിച്ചറിയാറില്ല. ഒരുപക്ഷേ നമസ്കരിക്കാൻ കസേരയിലിരിക്കുന്ന സന്ദർഭത്തിലാകും അള്ളാഹു കാലെന്ന അവയവത്തിന് നൽകിയ അനുഗ്രഹത്തെ ഒരുപക്ഷേ തിരിച്ചറിയുന്നത്. അതുപോലെ ഓരോ അനുഗ്രഹങ്ങളെയും എടുത്തു നോക്കിയാൽ, ഒരു ഡോക്ടറെ കാണുമ്പോൾ ഇനി നിങ്ങൾക്ക് നോമ്പെടുക്കാൻ സാധിക്കില്ല, ഈ മരുന്ന് നിർത്താൻ പാടില്ല എന്നൊരു പക്ഷേ ഡോക്ടറുടെ നിർദ്ദേശം കിട്ടുമ്പോഴാകും അള്ളാഹു ശരീരമെന്ന അവയവത്തിന് റബ്ബ് നൽകിയ അനുഗ്രഹത്തെ തിരിച്ചറിയാൻ കഴിയുന്നത്. ലോകത്തെ പലതും കണ്ടിട്ടുണ്ട്. കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതൊക്കെ നോക്കിക്കണ്ടു. കണ്ണിന് ചെറിയ മങ്ങൽ തുടങ്ങുമ്പോഴാണ് അള്ളാഹു ശരീരത്തിന് അനുവദിച്ച ചെറിയ രണ്ട് അവയവങ്ങൾ, അതിലെ കണ്ണ് എന്ന അനുഗ്രഹത്തെ ഖുർആൻ എടുത്തു പറഞ്ഞു. ആ അനുഗ്രഹത്തിൻ്റെ വിലയെ തിരിച്ചറിയുന്നത് അപ്പോഴാണ്. അപ്പോൾ ജീവിതത്തിൽ അള്ളാഹു തന്ന സിഹത്ത് എന്ന അനുഗ്രഹം, അത് ജീവിതത്തിൽ ലഭിച്ച സന്ദർഭങ്ങളിൽ അതിനെ അശ്രദ്ധമാക്കി കളയുന്ന മനുഷ്യരുണ്ട്. അതുകൊണ്ടത് ശ്രദ്ധിക്കണമെന്നതാണ് ഇസ്ലാമിനെ ഓർമ്മപ്പെടുത്താനുള്ളത്. എത്ര കണ്ട് അള്ളാഹു തന്ന ഈ ആരോഗ്യത്തെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. റസൂലുള്ള രണ്ടാമതായി എടുത്തു പറഞ്ഞു, വൽ ഫറാഹ്, ഒഴിവ് സമയമാണ്. ഒഴിവ് സമയം അതിൽ ചെറിയവരാകട്ടെ വലിയവരാകട്ടെ എല്ലാവരും തുല്യരാണ്. ജീവിതത്തിൽ ധാരാളം ഒഴിവ് സമയങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട്. എന്നാൽ ഒഴിവ് സമയത്തെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്നത് ഞാൻ നിങ്ങളും ആലോചിക്കേണ്ടുന്ന സംഗതിയാണ്. പ്രത്യേകിച്ച് കുട്ടികളുടെ ഒഴിവ് സമയം രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ സുപ്രധാനമായ ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഖുതുബയിലൂടെ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്നാമത്തത് ശരിയായ നിലയിൽ മക്കൾക്ക് ദീൻ കൈമാറുക എന്നുള്ളതാണ്. മതത്തെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവ് നമ്മളുടെ മക്കൾക്ക് നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമുക്കറിയാം, സ്കൂളടച്ച സമയമാണ്, വീട്ടിൽ 1-2 ദിവസം വെക്കേഷൻ്റെ സമയം തുടങ്ങി. ആ സമയത്ത് പോലും വീട്ടിൽ ബഹളം വെക്കുന്നത് കാണുമ്പോൾ ഏതൊരു ഉമ്മയും ഉപ്പയും ഒരുമിച്ചിരുന്ന് ആലോചിക്കും, ഇനി എവിടേക്കാണ് എൻ്റെ കുട്ടിയെ വിടേണ്ടത്? എവിടെയെങ്കിലും ഒരു ക്യാമ്പുണ്ടെങ്കിൽ, പള്ളിയിൽ ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ, മദ്രസയിൽ അതിനുള്ള സംവിധാനമുണ്ടെങ്കിൽ അവിടേക്ക് എത്രയും വേഗം എൻ്റെ കുട്ടിയെ കൊണ്ടുവിടണം, അതല്ലെങ്കിൽ ഇവിടെ പോറ്റുക പ്രയാസമാണ് എന്ന് പറയുന്ന രക്ഷിതാക്കളെ സ്വാഭാവികമായും നമുക്കൊക്കെ കാണാൻ കഴിയും. സഹോദരങ്ങളെ, ആരാണ് മതത്തെക്കുറിച്ചുള്ള കൃത്യമായ അറിവ് നമ്മളുടെ മക്കൾക്ക് നൽകേണ്ടത്? നമുക്ക് തന്നെയാണ്. നമ്മളുടെ വീട്ടിൽ നിന്ന് മതത്തെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങാൻ സമയമായിട്ടുണ്ട്. ഒരുമിച്ച് മക്കളും രക്ഷിതാക്കളും ഒരുമിച്ച് വീട്ടിലുള്ള സന്ദർഭത്തിൽ നമ്മളുടെ തീന്മേശയിൽ, നമ്മളുടെ വീട്ടിലെ ഹാളിൽ, നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന റൂമിൽ ഇസ്ലാമിനെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണം. നമ്മളുടെ വീട്ടിൽ ദീനിനെക്കുറിച്ച് സംസാരിക്കാതെ പള്ളികളുടെ മിമ്പറുകളിൽ നിന്ന് മാത്രം കേട്ടതുകൊണ്ട് നമ്മളുടെ മക്കൾ രക്ഷപ്പെടും
എന്നൊരിക്കലും വിചാരിക്കേണ്ടതില്ല. ഏതെങ്കിലും ഒരു ഉസ്താദ് അത് പഠിപ്പിച്ചതുകൊണ്ട് നമ്മളുടെ കുട്ടി രക്ഷപ്പെടും എന്നൊരിക്കലും ചിന്തിക്കേണ്ടതില്ല. മറിച്ച് നമ്മളുടെ വീടുകളിൽ എന്ന് അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് സംസാരിക്കുന്നുവോ, രക്ഷിതാവെന്ന നിലക്ക് അള്ളാഹുവിൻ്റെ മതത്തെക്കുറിച്ച്, സ്വന്തം മക്കൾക്ക് ആ നന്മയെക്കുറിച്ച് അറിവ്, ഇസ്ലാമിനെ ഖുർആനിൻ്റെ അറിവ് പകർന്നു കൊടുക്കാൻ ഒരു രക്ഷിതാവിന് സാധിക്കുന്നുവോ, അന്നാണ് കുടുംബത്തിലും മക്കളിലുമൊക്കെ ഐശ്വര്യം കണ്ട് സന്തോഷത്തോടുകൂടി ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സാന്ദർഭികമായി തൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന അവസരങ്ങളെ മുതലാക്കി സ്വഹാബികൾ ഓർമ്മപ്പെടുത്താറുണ്ട്. ഈ ദുനിയാവിൻ്റെ നിസ്സാരത റസൂലുള്ള പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. അവിടുന്ന് മദീനയിലെ തെരുവിലൂടെ നടന്നു നീങ്ങുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും കുറച്ച് നടന്നു നീങ്ങുമ്പോഴാണ് ഒരു ചത്ത ആടിനെ കാണുന്നത്. ആ ആട്ടിൻകുട്ടിയെ റസൂലുള്ള തൻ്റെ കൈകൊണ്ട് ഉയർത്തിപ്പിടിച്ചു. എന്നിട്ട് സ്വഹാബികളോട് ചോദിച്ചു, 2 ദീനാറിന് ഈ ആട്ടിൻകുട്ടിയെ, ചത്ത ആടിനെ ആർക്കാണ് വേണ്ടത്? സ്വഹാബികൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, വേണ്ടതില്ല. റസൂലുള്ള വീണ്ടും അതിൻ്റെ റേറ്റ് കുറച്ചു. വീണ്ടും റസൂലുള്ള പറഞ്ഞു, 1 ദിർഹമിന് ഈ ആടിനെ ആർക്കാണ് വേണ്ടത്? സ്വഹാബികൾ പ്രതികരിച്ചത്, അള്ളാഹുവിൻ്റെ റസൂലെ, ഈ ആടിന് ന്യൂനതയുണ്ട്, മറിച്ച് ഈ ആട് ചത്തതാണ്, ഞങ്ങൾക്ക് വെറുതെ നിന്നാലും ഈ ആടിന് ഞങ്ങൾക്ക് വേണ്ടതില്ല റസൂലെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ പാഠമാണ് പഠിപ്പിച്ചത്. ഈ ചത്ത ആട്ടിൻകുട്ടിയുടെ വില പോലും ദുനിയാവിന് അള്ളാഹുവിൻ്റെ അടുക്കലില്ല. നമ്മൾ ഓടുന്നത്, നമ്മളുടെ സമയം ചിലവഴിക്കുന്നത് ഈ ദുനിയാവിനെ വാരിക്കൂട്ടാനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി ഈ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ എന്താണ്, ദുനിയാവ് എന്താണ്, ഈ ചത്ത ആടിൻ്റെ വില പോലും ഇല്ലാത്തവണ്ണം അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഓട്ടം അവസാനിപ്പിക്കാൻ സമയമായി. ഈ ദുനിയാവിൻ്റെ പിന്നാലെ നമ്മളുടെ ജീവിതം മുഴുവൻ സമയവും അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ട് പരലോകത്തേക്ക് വേണ്ടി ഒന്നുമില്ലാത്തവനായി തിരിച്ചു പോകുന്ന ഒരവസ്ഥ വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന വലിയ പാഠമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ആ സന്ദർഭത്തിലേക്ക് നോക്കൂ, സാഹചര്യങ്ങളിലൂടെ, അനുഭവങ്ങളിലൂടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വഹാബികളെ പഠിപ്പിച്ചത് എന്നത് കാണാൻ കഴിയും. നോക്കൂ, ഒരു ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പഠിപ്പിക്കാൻ കഴിയും. ഖുർആനിൻ്റെ തജ്വീദ് നിയമങ്ങൾ, അതിൻ്റെ മഖാരിജുകൾ കൃത്യമായി ഒരു ഉസ്താദിന് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയും. എന്നാൽ കുട്ടി പഠിച്ചിട്ടുണ്ടോ എന്നും ഖുർആൻ കൃത്യമായി ഓതുന്നുണ്ടോ എന്നും ഖുർആൻ തജ്വീദ് നിയമം അനുസരിച്ചാണോ എൻ്റെ കുട്ടി ഓതുന്നത് എന്നതൊക്കെ പരിശോധിക്കേണ്ടത് ഒരു ഉമ്മയും വാപ്പയുമാണ്. എത്ര കണ്ട് ഈ വിഷയത്തിൽ ഞാനും നിങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മളുടെ കുട്ടിയെ മദ്രസ വിദ്യാഭ്യാസത്തിനേക്ക് അയച്ച് കുട്ടി ഖുർആൻ പഠിച്ച് തിരിച്ചു വരുമ്പോൾ എൻ്റെ കുട്ടി ഖുർആനിൻ്റെ ഏത് പാഠം വരെ, ഖുർആനിലെ എത്ര സൂറത്ത് ഏറ്റവും ഭംഗിയായി തജ്വീദ് നിയമം അനുസരിച്ച് എൻ്റെ കുട്ടിക്ക് ഖുർആൻ ഓതാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടുന്നത് മാതാപിതാക്കളാണ്. സഹോദരങ്ങളെ നോക്കൂ, ലാ യദ്ഖുലൽ ജന്നത ഖാതിഉൻ, കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഒരു ഉസ്താദിന്, ഒരു ഗുരുനാഥന് കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയും. എന്നാൽ കുടുംബ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കേണ്ടുന്നതിൻ്റെ പ്രാധാന്യം ഓരോരുത്തരും അവനവൻ്റെ ബന്ധുക്കളുടെ രക്തബന്ധത്തിലുള്ള ആളുകളുടെ വീട്ടിലേക്ക് ചെന്ന് സ്വന്തം മക്കളെയും കൂട്ടിക്കൊണ്ടുപോയി പരിചയപ്പെടുത്തേണ്ടുന്ന സമയങ്ങളാണ്. ഈ വെക്കേഷൻ സമയം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയണം. ഒരു ഉസ്താദ് പഠിപ്പിച്ചു കൊടുത്തത് കുടുംബബന്ധം മുറിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് അവിടുന്ന് പഠിപ്പിച്ചു വിട്ട് കേട്ടുവന്ന കുട്ടിക്ക് കുടുംബത്തിൽ ആരോടൊക്കെ ബന്ധം പുലർത്തണം എന്നതിനെ അറിയാതെ പോയി. സ്വന്തം ഉപ്പ തൻ്റെ അനുജൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ട്, ഇതെൻ്റെ അനുജനാണ്, ഇവരോട് രക്തബന്ധമുള്ള ആളുകളാണ്, ഈ ബന്ധത്തെ നിലനിർത്തണം, ഇത് നിൻ്റെ മൂത്താപ്പയാണ്, ഇത് നിൻ്റെ മാമിയാണ്, ഈ നിലക്കൊക്കെ ബന്ധങ്ങളെ പരിചയപ്പെടുത്തി ഇത് മരണം വരെ നിൻ്റെ ജീവിതത്തിൽ ഈ ബന്ധത്തെ കാത്തു സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നീ നരകത്തിലേക്ക് അകപ്പെട്ടു പോകും. ലാ യദ്ഖുലൽ ജന്നത ഖാതിഉൻ, കുടുംബ ബന്ധം മുറിച്ചു കളയുന്നവൻ സ്വർഗത്തിൽ പോകില്ല കുട്ടി എന്ന വലിയ പാഠം പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്നത് ഏതൊരു ഉമ്മയും ഉപ്പയുമാണ്. ഈ കടമകൾ കൃത്യമായി നിർവഹിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? നമ്മളുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികളുണ്ട്, എത്രയോ ബന്ധുക്കളുണ്ട്. അവർ കയറി വരുന്ന സമയം നമ്മളുടെ കുട്ടി മൊബൈലിലായിരിക്കും. ഒരുപക്ഷെ മൊബൈലിൽ റൂമിലിരുന്ന് കളിക്കുന്ന കുട്ടി അല്പം തുറന്നു കിടക്കുന്ന ഡോറ് ആളുകളെ കാണുമ്പോൾ കുട്ടി പുറത്തേക്ക് നോക്കിയിട്ട് വേഗം ഉമ്മച്ചിയെ വിളിച്ചിട്ട് പറയും, ഉമ്മച്ചി ഡോറൊന്ന് ചാരിയേക്ക്, ഡോറൊന്ന് അടച്ചേക്ക്, ഞാൻ സ്വസ്ഥമായിരിക്കട്ടെ. ഉമ്മയും വിചാരിക്കും തൻ്റെ വീട്ടിലേക്ക് വന്ന ഗസ്റ്റുകൾ അവരെ കുട്ടി പരിചയപ്പെടേണ്ടതില്ല എന്ന്. ഒരുപക്ഷെ റൂമിൽ മൊബൈലിൽ കളിച്ചിരിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ അതിൽ അഡിക്റ്റായി
അങ്ങനെ മുന്നോട്ട് പോയാൽ തൻ്റെ വീട്ടിലേക്ക് വന്നവൻ ആരാണ്, തൻ്റെ കൂട്ടുകാരനാണ്, തൻ്റെ രക്തബന്ധത്തിലുള്ള ആളുകളാണ്, ഒരുപക്ഷെ അവരെ തിരിച്ചറിയാതെ പോകും. മറിച്ച് രക്ഷിതാവെന്ന നിലക്ക് വലിയ പാഠം പഠിപ്പിക്കേണ്ടുന്നത് മൊബൈൽ വാങ്ങി വെച്ചിട്ട് തൻ്റെ വീട്ടിലേക്ക് വന്ന അതിഥിയെ സലാം പറഞ്ഞു സ്വീകരിക്കേണ്ടുന്നത്, അവരോട് പരിചയപ്പെടേണ്ടുന്നത്, അവരോട് വർത്തമാനം പറയേണ്ടുന്നത്, കുശലാന്വേഷണം നടത്താനുള്ള പാഠങ്ങൾ പകർന്നു കൊടുക്കേണ്ടുന്നത് ഉമ്മയും ഉപ്പയുമാണ്. ഇതൊക്കെ കൃത്യമായി നമ്മുടെ കുടുംബജീവിതത്തിൽ നടന്നു പോകുന്നുണ്ടോ എന്നത് ഒരാത്മാർത്ഥമായ പരിശോധന അനിവാര്യമാണ്. ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ഒരുവൻ അന്ത്യദിനത്തിലും അതുപോലെ അള്ളാഹുവിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽയുകിരിം ജാറഹു, തൻ്റെ അയൽവാസിയെ ആദരിക്കട്ടെ, ബഹുമാനിക്കട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത പാഠം ഒരു ഗുരുനാഥൻ അവൻ തൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടിയെ കൃത്യമായി പാഠം പഠിപ്പിച്ചു. എന്നാൽ അയൽപ്പക്കത്തെ അയൽക്കാരൻ്റെ അവസ്ഥ എന്താണ്? അവൻ വേദനിക്കുന്നവനാണ്. ഒരുപക്ഷെ ആലോചിച്ചു നോക്കണം, നമ്മളുടെ വീടിൻ്റെ അയൽപ്പക്കത്തു താമസിക്കുന്നവൻ ആരാണ് എന്ന് എൻ്റെയും നിങ്ങളുടെയും മക്കൾ ഇന്ന് അവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകില്ല. ഒരുപക്ഷെ വേദനിക്കുന്ന അയൽപ്പക്കക്കാരനുണ്ടാകും, സാമ്പത്തികമായി പൊട്ടിത്തകർന്ന ആളുകളുണ്ടാകും. അവരുടെ വേദനകളും സങ്കടങ്ങളും അറിയാതെ നമ്മളുടെ കുട്ടി ജീവിച്ചു പോയാൽ നമ്മളുടെ മരണം സംഭവിക്കുന്നതോടുകൂടി ഏറ്റവും വലിയ അവകാശിയായി നമ്മൾ നോക്കിക്കാണേണ്ടുന്ന തൻ്റെ അയൽക്കാരനെ കുറിച്ച് ചിന്തിക്കാതെ പോകുന്ന ഒരവസ്ഥയുണ്ടാകും. അയൽപ്പക്കക്കാരൻ്റെ വീട്ടിലേക്ക് ചെന്ന് കുട്ടിയെ പരിചയപ്പെടുത്തണം. ഇത് നമ്മളുടെ അയൽപ്പക്കക്കാരനാണ്, ഇവരോട് ഏറ്റവും നല്ല നിലക്ക് ബന്ധം വെച്ചു പുലർത്തണം. അയൽവാസി പട്ടിണി കിടന്ന് വയറ് നിറച്ച് ആഹരിക്കുന്നവൻ സ്വർഗത്തിൽ പോകില്ല മകനെ എന്ന വലിയ പാഠം അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ആ അയൽവാസിയോട് നിർവഹിക്കേണ്ടുന്ന ഏറ്റവും വലിയ ബാധ്യതകളെക്കുറിച്ച് അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്നത് ഏതൊരു ഉമ്മയും വാപ്പയുമാണ് എന്നുള്ള തിരിച്ചറിവാണ്. ആ നിലക്കൊക്കെ രക്ഷിതാക്കൾക്ക് നിർവഹിക്കാനുള്ളത് മതത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യപ്പെടുത്തലാണ്. കടൽ കാണാൻ വൈകുന്നേരങ്ങളിൽ ഒരുപക്ഷെ ആസ്വദിക്കാൻ ഒരു ആസ്വാദനം കിട്ടാൻ നമ്മൾ ഒരുമിച്ച് ബീച്ചിലേക്ക് പോകുന്നവരാണ്. ആ ബീച്ചിലേക്ക് സൂര്യൻ അസ്തമിക്കുന്ന സമയം സൂര്യനെ നോക്കി അതിനെ ആസ്വദിക്കുന്ന ഒരു കുടുംബനാഥനും കുടുംബത്തിലെ മക്കളും എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും തൻ്റെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാനുള്ള ഏറ്റവും വലിയ സന്ദേശമുണ്ട്. അതൊക്കെ ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചു. ഈ സൂര്യനെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ആരാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു ഉമ്മയ്ക്ക് കിട്ടുന്ന ഏറ്റവും നല്ല അവസരമാണ്. നോക്കൂ, നട്ടുച്ച നേരത്ത് ഈ സൂര്യൻ്റെ ചൂട് ഒരിക്കലും താങ്ങാൻ കഴിയില്ല കുട്ടി. എന്നാൽ അറിയണം വരാനുള്ള ഒരു മഹ്ശറിൻ്റെ ലോകത്തെക്കുറിച്ച്. അന്ന് എല്ലാവരെയും പരലോകത്ത് ഒരുമിച്ച് കൂട്ടുമ്പോൾ ഒരു ചാൺ മുകളിലേക്ക് ഈ കത്തിജ്വലിക്കുന്ന സൂര്യനെ കൊണ്ടുവന്ന് നിർത്തും. അന്ന് താങ്ങാൻ കഴിയുന്നതിനപ്പുറമാണ് കുട്ടി. അതുകൊണ്ട് ഈ ചൂടിന് സമാധാനം കിട്ടുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊരു കൂട്ടരുണ്ട്. വശാബുൻ നശഅ ഫീ ഇബാദത്തി റബ്ബി, ഒരു യുവാവിനെ കുറിച്ചാണ്. നമ്മളുടെ കുട്ടി വളർന്നു വലുതാകും, അവനോട് കൊടുക്കേണ്ടുന്ന ചെറുപ്രായത്തിൽ കൊടുക്കേണ്ടുന്ന ഏറ്റവും വലിയ പാഠമാണ്. മരണം വരെ മറക്കാതെ ഒരു ഉമ്മ കൊടുത്ത കൗൺസിലുണ്ട്, ഒരു ഉമ്മയുടെ വർത്തമാനമുണ്ട്. അവൻ്റെ നെഞ്ചകത്തിലേക്ക് തറക്കും. ഏതൊരു പെൺകുട്ടിയുടെയും മനസ്സിൽ കോറിവെക്കും. ഈ സൂര്യകിരണങ്ങൾ താങ്ങാൻ കഴിയാത്ത നട്ടുച്ച നേരത്തെ സൂര്യൻ്റെ ചൂടിനെ താങ്ങാൻ കഴിയില്ലെങ്കിൽ പരലോകത്ത് മഹ്ശർ അള്ളാഹുവിൻ്റെ കോടതിയിൽ, വിചാരണ കോടതിയിൽ ഒരു ചാൺ ഉയരത്തിൽ സൂര്യനെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ വിയർത്തു വെന്തൊലിച്ച് മനുഷ്യൻ്റെ വായോളം വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ഒരു ഉമ്മച്ചി പകർന്നു കൊടുക്കുന്ന പാഠം മരണം വരെ ഒരു കുട്ടിയും മറന്നുപോകില്ല. അതുകൊണ്ട് ആ സന്ദേശം പഠിപ്പിച്ചു കൊടുക്കാൻ ധൈര്യമായി വീട്ടിൽ നിന്ന് മക്കനെയിട്ട് മഫ്ത ധരിച്ച് കുട്ടിയെ പുറത്തേക്ക് വിടാം. ഏത് കോളേജിലും പഠിപ്പിക്കാം. സുരക്ഷിതയായി തൻ്റെ കുട്ടി തിരിച്ചു വരുമെന്നുള്ള ഉത്കൃഷ്ട ബോധ്യം നമുക്കുണ്ടാകും. അതല്ല പരലോകത്തെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ കോടതിയെക്കുറിച്ച്, വിചാരണ ലോകത്തെക്കുറിച്ച് പഠിപ്പിക്കാത്തത് ഒരു ഉമ്മയും ഉപ്പയുമാണെങ്കിൽ, സഹോദര സഹോദരി, നമ്മളുടെ കുട്ടി സുരക്ഷിതയാണ് എന്ന് വിചാരിച്ച് വീട്ടിൽ നിന്ന് പഠിക്കാൻ പുറത്തുവിട്ടാൽ നമ്മളുടെ കണ്ണു വെറ്റിച്ച് ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്ന തിന്മകൾ അത് പറയാൻ കൊള്ളിരുതാത്തതിൽ വലുതാകും. ഒരുപക്ഷെ അവസാന സമയം നൊന്തുപറ്റ ഉമ്മയും വേദനിച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തിയ ഒരു വാപ്പയും തകർന്നു പോകുന്ന വാർത്തകൾ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ദീൻ തുടങ്ങേണ്ടുന്നത് ഉമ്മയുടെ വാപ്പയുടെ നാവിൽ തുമ്പിൽ നിന്ന് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ, കൃത്യമായി ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ മക്കൾക്ക് കൈമാറാൻ
ഈ വെക്കേഷൻ സമയം നമ്മൾ സജ്ജരായി ഈ സമയത്ത് ഉപയോഗപ്പെടുത്തണമെന്നതാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമതായി, കുട്ടികളുടെ ഇഷ്ടങ്ങളെ തിരിച്ചറിയണം. ഏതു സമയവും കുട്ടികളോട് തുറന്നു സംസാരിക്കണം. ഇപ്പോൾ നമ്മളുടെ കുട്ടി നമ്മളോടൊപ്പമുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്, കുട്ടികൾക്ക് വാതോരാതെ നമ്മളോടും സംസാരിക്കാനുണ്ട്. നോക്കൂ, ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സുബഹി നമസ്കാരം കഴിഞ്ഞു അദ്കാറുകൾ നിർവഹിച്ചാൽ റസൂലുള്ള തൻ്റെ വീട്ടിലേക്ക് പോകും, ഭാര്യമാരോട് സംസാരിക്കും, തൻ്റെ കുട്ടികളോട് അങ്ങനെ സമയം ചിലവഴിക്കുന്ന ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസർ നമസ്കാരം കഴിഞ്ഞാൽ റസൂലുള്ള വീട്ടിലേക്ക് പോകും. സഹോദരങ്ങളെ, കൃത്യമായി അടിവരയിട്ട് മനസ്സിലാക്കണം, നമ്മൾ നമ്മളുടെ മക്കൾക്ക് വേണ്ടി എത്ര സമയം ചിലവഴിക്കുന്നുണ്ട് എന്ന്. എത്ര പകലുകളിൽ സുബഹി നമസ്കാരം കഴിഞ്ഞ് മക്കളുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാൻ, അസർ നമസ്കാരം കഴിഞ്ഞ് ഫ്രീയാകുന്ന ചില സമയത്തെക്കുറിച്ച് പോലും ഇസ്ലാമിന് നല്ല കാഴ്ചപ്പാടുണ്ട്. ആ സമയത്തിലൊക്കെ മക്കളോട്, ഭാര്യയോട്, വീട്ടുകാരോട് സംസാരിക്കാൻ സമയം കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ചെറിയ കുട്ടി പോലും വേദനിക്കുന്നത് കണ്ടപ്പോൾ റസൂലുള്ളയുടെ കണ്ണു നിറഞ്ഞു. അബൂ ഉമൈർ ചെറിയ കുട്ടിയാണ്, ചെറിയൊരു കിളിയുണ്ട്. അബൂ ഉമൈറിൻ്റെ ചെറിയ കിളി, അതിനെ തലോടിക്കൊണ്ട് അതിനെ വാത്സല്യത്തോടുകൂടി പറന്നു കളിപ്പിക്കുന്ന അബൂ ഉമൈർ പെട്ടെന്നാണ് ആ ചെറിയ കിളി ചത്തുപോകുന്നത്. അതിൽ മനംനൊന്ത് വേദനിച്ച് താടിയിൽ കൈകൊടുത്തിരിക്കുന്ന അബൂ ഉമൈറിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുന്നുണ്ട്. റസൂലുള്ള വിളിച്ചു, യാ അബാ ഉമൈർ മാ ഫഅലൻ നുഗൈർ. യാ അബാ ഉമൈർ, അബൂ ഉമൈറെ, നിനക്കെന്തു പറ്റി? നിന്റെ കിളിക്കെന്തു പറ്റി? റസൂലുള്ള മനസ്സ് വേദനിച്ചിരിക്കുന്ന അബൂ ഉമൈർ എന്ന ചെറിയ കുട്ടിയുടെ മനസ്സിൻ്റെ വേദനയെ വായിച്ചറിയാൻ കഴിയുന്ന ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളുടെ മക്കൾക്കും വേദനകളുണ്ട്, സങ്കടങ്ങളുണ്ട്, തീരാത്ത ദുഃഖങ്ങളുണ്ട്. തുറന്നു സംസാരിക്കുന്ന ഒരു പിതാവാകാൻ, തുറന്നു സംസാരിക്കുന്ന ഒരു മാതാവാകാൻ ഇന്നേ വരെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മളെ വാപ്പയായി, നമ്മളെ ഉമ്മയായി അംഗീകരിക്കാത്തത് എന്തുകൊണ്ട്? നമ്മൾ നമ്മളുടെ മക്കൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം. അതുകൊണ്ട് ജീവിതത്തിൽ അള്ളാഹു സമ്മാനിച്ച ഈ സമയത്തെ നമ്മളുടെ മക്കൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ നമുക്ക് സാധിക്കേണ്ടുന്നുണ്ട്. മക്കളുടെ ഇഷ്ടങ്ങളെ കൃത്യമായി കണ്ടറിയണം, അവരുടെ ആഗ്രഹങ്ങളെ നിർവഹിച്ചു കൊടുക്കണം. പലപ്പോഴും കളിപ്പാട്ടങ്ങൾ വാങ്ങുന്നത് ഷെൽഫിൽ അടുക്കി വെച്ച് അതിൻ്റെ മനോഹരം, അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനാണ്. സഹോദരി അറിയണം, ഷെൽഫിൽ തൂക്കി വെച്ചിരിക്കുന്ന, അതിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കളിപ്പാട്ടങ്ങൾ നമ്മളുടെ മക്കളുടെ കൈകളിലേക്ക് ചെല്ലത്തെ. അത് എറിഞ്ഞു പൊട്ടിച്ചേക്കാം, തകർത്തു തരിപ്പണമാക്കിയിരിക്കാം. അതിലെ ഉള്ളിലെ അറിവിനെ അന്വേഷിക്കുന്ന ഒരു കുട്ടിയായി നമ്മളുടെ കുട്ടി വളർന്നേക്കാം. അതുകൊണ്ട് കളിപ്പാട്ടങ്ങൾ നമ്മളുടെ മക്കളുടെ കൈകളിലേക്ക് ഇട്ടുകൊടുക്കണം. അതിൻ്റെ ഉള്ളിലെ അറിവുകൾ എത്രത്തോളം ഉണ്ട് എന്ന് കൗതുകത്തോടെ നോക്കിക്കാണുന്ന മക്കളുണ്ട് നമ്മളുടെ കൂടെ. അതൊക്കെ തടസ്സപ്പെടുത്തിയാൽ അവരുടെ ബുദ്ധിയെ, അവരുടെ വികാസത്തെ, അവരുടെ ചിന്തയെ നശിപ്പിച്ചു കളയുന്ന രക്ഷിതാക്കളായി ഒരിക്കലും മാറാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആ നിലക്കൊക്കെ പ്രത്യേകിച്ച് ഈ ഒരു അവധി സമയമാകുമ്പോൾ നമ്മളുടെ മക്കൾ പുറത്തേക്ക് ഇറങ്ങും. നമ്മളുടെ വീട് കണ്ടപ്പോൾ നമ്മളുടെ വീട് പോലെയുള്ള ചെറിയ വീടിനെ ഉണ്ടാക്കാൻ കൗതുകത്തിൽ ഉണ്ടാക്കുന്ന, അതല്ലെങ്കിൽ വരയ്ക്കുന്ന അങ്ങനെയൊക്കെ മക്കളെ കാണാൻ കഴിയും. അതുകൊണ്ട് വെയിലത്ത് ഓടുന്ന കുട്ടിയെ സംബന്ധിച്ച്, അതല്ലെങ്കിൽ മണലിൽ കളിക്കുമ്പോൾ നിനക്കിൻ്റെ രോഗങ്ങളുണ്ടാകും, അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങേണ്ടതില്ല എന്ന നിലക്ക് തളച്ചിടുന്ന രക്ഷിതാക്കളായി നമ്മൾ മാറരുത്. അവരെ ആസ്വദിക്കാൻ, അവരുടെ മണ്ണിൻ്റെ മക്കളാക്കി വിടാൻ, യഥേഷ്ടം അവരുടെ ചിന്തകളെ വളർത്താൻ ഈ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. മൂന്നാമതായി, നമ്മളുടെ മക്കൾക്ക് കാവലാളുകളായി നിലകൊള്ളണം. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ അങ്ങനെയുള്ള വാർത്തകളാണ്. മനസ്സ് പൊട്ടുന്ന, നെഞ്ചുനീറുന്ന വാർത്തകൾ ദിനേന പത്രമാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. 18ഉം 20ഉം 22ഉം വയസ്സുള്ള പെൺകുട്ടികൾ ഒരുപക്ഷെ നൊന്തുപെറ്റ് വേദനയോടെ 22 കൊല്ലം പോറ്റി വളർത്തിയിട്ട് 22ാം കൊല്ലം മറ്റൊരുവൻ്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന വേദന സഹിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ആൺകുട്ടികൾ, അങ്ങനെയൊക്കെ ജീവിതത്തിൽ വേദനകൾ സമ്മാനിക്കുന്ന എത്ര മക്കളുണ്ട്. അതുകൊണ്ട് തന്നെ കാവലാളുകളായി ഏതൊരു ഉമ്മയും ഉപ്പയും തങ്ങളുടെ മക്കളോടൊപ്പമുണ്ടാകണം. സുരക്ഷിതമാകുന്നത്, ഒരു ആട്ടിൻകുട്ടം സുരക്ഷിതമാകുന്നത് അതല്ലെങ്കിൽ ഒരു കാവലാൾ ഉള്ളപ്പോഴാണ്, അതല്ലെങ്കിൽ അതിനെ ചെന്നായ പിടിക്കും എന്ന ഒരു വലിയ തത്വമുണ്ട് കൂട്ടരെ. അതുകൊണ്ട് ഏറ്റവും സുരക്ഷിതമായി നമ്മളുടെ
മക്കൾ നമ്മളോടൊപ്പമുണ്ടാകണമെങ്കിൽ കാവലാളായി രക്ഷിതാക്കൾ കൂടെയുണ്ടാകണം. ഇന്നിൻ്റെ കാലഘട്ടം അങ്ങനെയാണ്. നമ്മളുടെ മക്കൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ തൊട്ടുമുന്നിൽ പെട്ടിക്കടകളിൽ ലഹരിയാണ്. നമ്മളുടെ മക്കളെ ചൂഷണം ചെയ്ത് ലൈംഗികമായി ഉപയോഗിക്കാൻ കാത്തിരിക്കുന്ന കഴുകൻ കണ്ണുകൾ. അങ്ങനെ ജീവിതത്തിലെ തിന്മകളാണ്. അവർ സഞ്ചരിക്കുന്ന വഴികളുണ്ട്, അതല്ലെങ്കിൽ ബന്ധുമിത്രാദികളിലുണ്ട്. പലപ്പോഴും അപകടങ്ങൾ ഇന്ന് പിന്നാലെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് സുരക്ഷിതമല്ല. ഏത് നിമിഷവും കൺവട്ടത്തോടെ നമ്മളുടെ മക്കൾ സുരക്ഷിതരായി നമ്മളോടൊപ്പം ഉണ്ടാകണോ? നല്ല സുരക്ഷിതത്വ ബോധം നമ്മളുടെ മക്കൾക്ക് നൽകണം. അതല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, കുല്ലുക്കും റാഇൻ, നിങ്ങളൊക്കെ ഭരണകർത്താക്കളാണ്, ഇടയന്മാരാണ്. അതുകൊണ്ട് വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി, നിങ്ങളോടൊപ്പമുള്ള ആളുകളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. മക്കൾ അള്ളാഹുവിൻ്റെ സമ്മാനമാണ്. ആ മക്കളെക്കുറിച്ച് നാളെ പരലോകത്ത് ചോദ്യം ചെയ്യുമ്പോൾ കൃത്യമായി ആ അനുഗ്രഹത്തിന് മറുപടി പറയേണ്ടവരാണ് ഏതൊരു രക്ഷിതാവും. അതുകൊണ്ട് സുരക്ഷിതമായി എൻ്റെ കുട്ടി എന്നോടൊപ്പമുണ്ട് എന്ന് കൃത്യമായി ബോധ്യമുണ്ടാകണമെങ്കിൽ അവരുടെ സഞ്ചാരപാതകൾ, അവർ മുന്നോട്ട് പോകുന്ന വഴികൾ, അവർ പഠിക്കുന്ന സ്ഥാപനം, അവരുടെ കൂട്ടുകെട്ട് എല്ലാം കൃത്യമായി അറിഞ്ഞു മുന്നേറുന്ന രക്ഷിതാക്കളായി നമ്മൾ മാറേണ്ടതുണ്ട്. അതുപോലെ തന്നെ നാലാമത്തെ വിഷയം, പുതിയ കാലഘട്ടത്തിലെ സ്കില്ലുകളെ നമ്മളുടെ കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കാൻ സഹോദരങ്ങളെ കഴിയണം. ഇസ്ലാമിക ചരിത്രത്തിൽ നോക്കൂ മുൻഗാമികളുടെ അവസ്ഥ. മുൻഗാമികളായ ആളുകൾ, പ്രത്യേകിച്ച് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ്, അവിടുന്ന് കവിതയിൽ ഏറ്റവും അഗ്രഗണ്യനായിരുന്നു. തൻ്റെ വൈജ്ഞാനിക രംഗത്ത് കഴിവ് തെളിയിക്കുന്നതോടൊപ്പം ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് കവിത അവിടുന്ന് എഴുതുകയും പാടുകയും ചെയ്യുന്നത് കാണാൻ കഴിയും. അമ്പെയ്ത്തിൽ ഇമാം ഷാഫിഈ റഹിമഹുല്ലയെ തോൽപ്പിക്കാൻ ഒരാളും ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു. എല്ലാ കഴിവുകളും ഒത്തിണങ്ങിയ മഹാരഥന്മാരായ പണ്ഡിതന്മാർ, ഇസ്ലാമിക ചരിത്രത്തിലെ പണ്ഡിതന്മാരുടെ നീണ്ട നിര, വൈജ്ഞാനിക രംഗത്ത് അവർ കഴിവ് തെളിയിക്കുന്നതോടൊപ്പം മറ്റു പലതിലും അവർ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. നമ്മളുടെ മക്കളുടെ കഴിവുകളെ തെളിയിക്കാൻ, പ്രത്യേകിച്ച് ഈ അവസരത്തിൽ നമുക്ക് ഏറ്റവും നല്ല ഭാഷാ പഠനങ്ങൾ, എത്രയോ ഭാഷകൾ പഠിക്കാനുണ്ട്, ആ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാം. നീന്തൽ പഠിപ്പിക്കാം. അതുപോലെ മറ്റു പല വിനോദങ്ങളും. മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം കുതിര സവാരി അതറിയാത്ത മനുഷ്യന്മാരില്ല. നമ്മളിൽ എത്ര ആളുകൾക്ക് അങ്ങനെയൊക്കെയുള്ള ഒരു കഴിവുണ്ട് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഒന്നും പറയാനില്ലാത്ത ആളുകളായി നമ്മളൊക്കെ മാറും. നമ്മളുടെ മക്കൾക്ക് കിട്ടേണ്ടുന്ന അറിവുകൾ ഏതൊക്കെയുണ്ടോ അതൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും നല്ല സമയവും സന്ദർഭത്തെയും നമ്മൾ നഷ്ടപ്പെടുത്തി കളയാതെ ഏറ്റവും നന്നായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. IT രംഗത്ത് അതൊക്കെ കൃത്യമായി ഏതൊക്കെ നിലക്ക് നമ്മളുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയുമോ അതിനൊക്കെ കൃത്യമായി രക്ഷിതാക്കൾ എന്ന നിലക്ക് നല്ല അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. സഹോദരങ്ങളെ, പലപ്പോഴും വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് പെൺകുട്ടികളെക്കാളേറെ പെൺകുട്ടികൾ ഉയർന്ന വിദ്യാഭ്യാസ തലത്തിലേക്ക് എത്തുമ്പോൾ ആൺകുട്ടികൾ വിദ്യാഭ്യാസ രംഗത്ത് പിന്നോട്ട് പോകുന്നു എന്നതാണ് കണക്ക്. ഒരുപക്ഷെ ഒരു ഡിഗ്രി തലം കഴിഞ്ഞാൽ, ഒരു ബിരുദം നേടിക്കഴിഞ്ഞാൽ പിന്നീട് എങ്ങനെങ്കിലും ഒന്ന് പണമുണ്ടാക്കണം, ഗൾഫിലേക്ക് ഒരു വിസ കിട്ടി, അത് ഏത് പണിയാകട്ടെ, ഒരു ബക്കാലയിലാണെങ്കിലും അവിടൊക്കെ ജോലി ചെയ്ത് എന്തെങ്കിലും ഒരു ചെറിയ വരുമാനം കിട്ടി അതിലിങ്ങനെ ഒതുങ്ങിക്കൂടുന്ന മനുഷ്യന്മാരായി ഒരിക്കലും നമ്മളുടെ മക്കൾ മാറാൻ പാടില്ല. മറിച്ച് ദീനി രംഗത്തും ഭൗതികമായും ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഏറ്റവും നല്ല മക്കളെ വാർത്തെടുക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നോക്കൂ, സമറത്ത് ബിൻ ജുന്ദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി സമറത്ത് ബിൻ ജുന്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരക്കുട്ടി അസ്ട്രോണമിയിൽ, ജ്യോതിശാസ്ത്രത്തിൽ മികച്ച പണ്ഡിതനായി മാറി എന്നത് ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ബാഗ്ദാദിൻ്റെ മണ്ണിൽ, ബാഗ്ദാദിൻ്റെ പള്ളികളിൽ ജ്യോതിശാസ്ത്രത്തെക്കുറിച്ച്, വാനനിരീക്ഷണത്തെക്കുറിച്ചുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ അക്കാലഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട് എങ്കിൽ സഹോദര, ഇന്നിൻ്റെ ഈ കാലഘട്ടത്തിൽ ടെക്നോളജികൾ വളർന്ന ഈ കാലഘട്ടത്തിൽ നമ്മളുടെ മുമ്പിൽ എത്രയോ അവസരങ്ങളുണ്ട്. അവസരങ്ങളെ നമ്മളുടെ മുമ്പിൽ, നമ്മളുടെ മക്കളുടെ മുമ്പിൽ തുറന്നു കൊടുക്കാൻ രക്ഷിതാക്കൾക്ക് സാധിക്കേണ്ടതുണ്ട്. ആദ്യമായും രക്ഷിതാക്കൾക്ക് ഏറ്റവും നല്ല അറിവും ബോധ്യവും ഈ വിഷയങ്ങളിൽ ഉണ്ടാകണം. ഏതൊക്കെ അവസരങ്ങളാണ് ഇന്ന് തുറക്കപ്പെട്ടിരിക്കുന്നത് അത് കൃത്യമായി പഠിച്ച് നമ്മളുടെ മക്കൾക്ക് മുമ്പിൽ കൈമാറാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സ്വലാഹുദ്ദീൻ അയ്യൂബി ഖുദ്സ് അതൊരു വികാരമായി തീരുന്നത് സഹോദര അറിയണം. ഉമ്മ കൊടുത്ത മുലപ്പാൽ, ആ അമ്മിഞ്ഞ പാലിൻ്റെ കൂടെ ഉമ്മ കൊടുത്തൊരു വികാരമുണ്ട്. സ്വലാഹുദ്ദീൻ അയ്യൂബി ഖുദ്സിൻ്റെ മണ്ണ്
പിടിച്ചു വാങ്ങിയത് ഉമ്മ കൊടുത്ത വികാരമാണ്. അമ്മിച്ച പാല് കൊടുക്കുന്ന സന്ദർഭത്തിൽ ഉമ്മ കൊടുത്ത വികാരമുണ്ട്. എന്താണ് വികാരം? ആ ഖുദ്സിന്റെ മണ്ണിലൂടെ നടന്നു നീങ്ങിയത് പ്രവാചകന്മാരുടെ കാൽപാദങ്ങളാണ്. പ്രവാചകന്മാർ മുസല്ല വിരിച്ച ഖുദ്സിന്റെ മണ്ണ് പിടിച്ചടക്കണം എന്നത് പഠിപ്പിച്ചത് അയ്യൂബിയുടെ ഉമ്മയാണ്. ആ ഉമ്മ കൊടുത്ത വികാരം മനസ്സിൽ കൊണ്ടു നടന്നപ്പോഴാണ് സ്വലാഹുദ്ദീൻ അയ്യൂബി ഖുദ്സിനെ കീഴടക്കുന്നത്. സഹോദരങ്ങളെ, അറിയണം, ഉമ്മമാർക്കൊരു വലിയ ദൗത്യമുണ്ട്. നമ്മളോടൊപ്പം ജീവിക്കുന്ന നമ്മളുടെ മക്കൾക്ക് ഏറ്റവും നല്ല രുചികരമായ ഭക്ഷണം കൊടുക്കുന്നതോടൊപ്പം ഏറ്റവും നല്ല വിദ്യാഭ്യാസം, ഏറ്റവും ഉയർന്ന ചിന്തകൾ, ഏറ്റവും വലിയ പാഠങ്ങൾ, ഇസ്ലാമിക തർബിയത്ത് കൊടുക്കാൻ ഉമ്മമാർക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കട്ടെ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അഞ്ചാമതായി മനസ്സിലാക്കാനുള്ളത്, നല്ല പുസ്തകങ്ങൾ നമ്മളുടെ മക്കളുടെ കൈകളിലേക്ക് കൊടുക്കണം. അതൊക്കെ കൊടുക്കുമ്പോഴുണ്ടാകുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. നമ്മൾ വായനാശീലമില്ലാത്തവരാണെങ്കിൽ നമ്മളുടെ മക്കളുടെ കൈകളിലേക്ക് പുസ്തകം വായിക്കാൻ കൊടുത്താൽ അത് പ്രയാസമാകും. അവരെ ശീലിപ്പിക്കണം. ഏറ്റവും നല്ല പുസ്തകങ്ങൾ, അവർക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന ഏറ്റവും നല്ല ആശയങ്ങൾ കിട്ടുന്ന നല്ല പുസ്തകങ്ങളെ കൂട്ടുകാരാക്കി കൊടുക്കാൻ. ഖയ്യദുൽ ഇൽമ ബിൽ കിതാബ്, അറിവിൻ്റെ കൂട് പുസ്തകങ്ങളാണ് എന്നതൊരു ചൊല്ലാണ്. ആ നിലയ്ക്ക് ഏറ്റവും നല്ല പുസ്തകങ്ങളെ കൈമാറ്റം ചെയ്യാൻ നമുക്ക് കഴിയണം. പലപ്പോഴും ഒഴിവു സമയമാകുമ്പോൾ ടി വിക്ക് മുന്നിലിരുത്തി സമയം കൊന്നുകളയുന്നവരുണ്ട്. വീട്ടിൽ സമാധാനം കിട്ടാൻ കുട്ടികളുടെ കൈകളിലേക്ക് മൊബൈൽ ഏൽപ്പിക്കുന്നവരുണ്ട്. അറിയേണ്ടത്, അതിൽ കാണുന്ന ഷോർട്സും റീൽസും അങ്ങനെ യൂട്യൂബിലൂടെയും ഒക്കെ സഞ്ചരിച്ചു പോയാൽ അവരുടെ മൈൻഡ് അതിന് അഡിക്റ്റായി പോകും. പിന്നീട് എത്ര പിടിച്ചാലും നമ്മളുടെ കുട്ടികളെ തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് അതിനപ്പുറം നമ്മൾ ഏറ്റവും നല്ല പാഠങ്ങൾ, നമ്മളുടെ മക്കൾ കാണുന്നത് ഒരു പക്ഷേ കാണാൻ പാടില്ലാത്തതൊക്കെ കണ്ടുപോയാൽ തന്നെ വലിയ അപകടങ്ങളുണ്ടാകും. ഇമാം ഷാഫിഈ റഹിമഹുല്ല, അദ്ദേഹം ഒരു അന്യ സ്ത്രീയുടെ കാൽപാദം അശ്രദ്ധമായി കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹിഫ്ള് നഷ്ടമായിപ്പോയി. അദ്ദേഹത്തിൻ്റെ ഹിഫ്ള് നഷ്ടമായി. അശ്രദ്ധമായി കണ്ട ഒരു അന്യ സ്ത്രീയുടെ കാൽപാദം. അദ്ദേഹം വേഗം ഇമാം ഷാഫിഈ റഹിമഹുല്ല തൻ്റെ ഗുരുനാഥൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നുണ്ട്. അത്ര പേടിയാണ്, അത്ര ബേജാറാണ്. അശ്രദ്ധമായി ഒരു അന്യ സ്ത്രീയുടെ കാൽപാദം കണ്ടപ്പോൾ പേടിച്ചു പോയ ഇമാം ഷാഫിഈ റഹിമഹുല്ല. നമ്മളൊക്കെ എത്രയാണ് നമ്മളുടെ മൊബൈലിൽ കാണാൻ പാടില്ലാത്തത് പലതും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൗരവമാണ്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലുൻ ഉലൈക കാന അൻഹു മസൂല. കണ്ണും കാതും ഹൃദയവും എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. അതുകൊണ്ട് കൃത്യമാണ്, അനുഗ്രഹങ്ങളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും. അതുപോലെ മക്കൾക്ക് നല്ല അനുഭവങ്ങൾ പങ്കുവെക്കണം. നല്ല മനക്കരുത്തുള്ള മക്കളെ വാർത്തെടുക്കണം. നമുക്കറിയാം, പണ്ടൊക്കെ നമ്മൾ പലതും ആവശ്യപ്പെടുമ്പോൾ ഒരു വാപ്പയ്ക്ക് അല്ലെങ്കിൽ ഉമ്മയ്ക്ക് വാങ്ങിത്തരാൻ ഏറെ സമയം വരും. അതൊരു വലിയ പാടാണ്. അതുവരെ കാത്തിരിക്കാനുള്ള ഒരു മനസ്സും ഒരു ക്ഷമയും അന്നത്തെ ആളുകൾക്കുണ്ട്. ഇന്ന് ചോദിക്കുന്നതിനപ്പുറം പലതും രക്ഷിതാക്കൾ വാങ്ങിക്കൊടുക്കും. കുട്ടി ചോദിക്കണ്ട, അതിനു മുമ്പ് പലതും കൊടുക്കും. ഒരു പക്ഷേ ചോദിച്ചത് കിട്ടാതെ വന്നാൽ ഒരു തുണ്ട് കയറിൽ ജീവൻ അവസാനിപ്പിക്കുന്ന മക്കളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതൊക്കെ അശ്രദ്ധരാണ്. പത്രത്തിൽ വരുന്ന ഓരോ വാർത്തകളും വായിക്കുമ്പോൾ 15-നും 25-നും ഇടയിൽ മരണപ്പെടുന്ന കുട്ടികളുടെ എണ്ണം കൂടുകയാണ്. എന്തുകൊണ്ട് ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന കാഴ്ചപ്പാടില്ലാതെ പെട്ടെന്നൊരു നിമിഷം ജീവിതത്തിൽ ലഭിക്കേണ്ടത് എനിക്ക് ലഭിക്കില്ല എന്ന് കാണുമ്പോൾ ജീവിതം അവസാനിപ്പിച്ച് കളയുന്ന കുട്ടികൾ. ഒരുപക്ഷേ മൊബൈലിൽ അഡിക്റ്റായ കുട്ടിയുടെ കയ്യിൽ നിന്ന് മൊബൈലൊന്ന് പിടിച്ചു വാങ്ങിയാൽ ഞാനിനി എന്തിന് ജീവിക്കണം എന്ന് വിചാരിച്ച് ജീവൻ അവസാനിപ്പിക്കുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. അവിടൊക്കെയാണ് വലിയ തർബിയത്ത് നമ്മളുടെ മക്കൾക്ക് നമുക്ക് നൽകാനുള്ളത്. അതുകൊണ്ട് ഏറ്റവും നന്നായി നമ്മൾ ശ്രദ്ധിക്കണം. മറ്റൊന്ന്, ഇബാദത്തിൻ്റെ വിഷയത്തിൽ നമ്മളുടെ മക്കളെ കൂടെ കൂട്ടണം. പ്രത്യേകിച്ച് ഒഴിവ് സമയമാണ്. നമ്മൾ പള്ളിയിലേക്ക് നമ്മൾ ഒറ്റയ്ക്കല്ല,
നമുക്ക് അള്ളാഹു സമ്മാനമായി തന്ന നമ്മളുടെ മക്കളെയും പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. എന്ത് തടസ്സമാണുള്ളത്? നമുക്ക് വാഹനങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. നമ്മളുടെ മക്കളുടെ കൈപിടിച്ച് പള്ളിയിലേക്ക് ഒരുമിച്ച് വരുന്ന ഒരനുഭവം ഒന്ന് ആലോചിച്ച് നോക്കണം. അതൊരു വല്ലാത്ത കുളിരാണ് ജീവിതത്തിൽ. നമ്മളുടെ മക്കളും ദീനി വിഷയത്തിൽ മതബോധമുള്ള ഏറ്റവും നല്ല മക്കളാക്കി നമുക്ക് വളർത്തണം. അങ്ങനെ എവിടൊക്കെ വിജ്ഞാന സദസ്സുകളുണ്ടോ അവിടൊക്കെ നമ്മുടെ മക്കളും ഉണ്ടാകണം. അവർക്ക് നമ്മളുടെ മരണത്തിനു മുമ്പ് കൊടുക്കാൻ പറ്റുന്നതെല്ലാം കൊടുത്ത് നല്ല കുട്ടിയായി നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ സഹോദരങ്ങളെ സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും ഉപദേശങ്ങളാണ് രക്ഷിതാക്കൾ കൊടുക്കാറുള്ളത്. ഉപദേശങ്ങൾ കേട്ട് ആജ്ഞകൾ കേട്ട് നമ്മളുടെ മക്കളും അടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ബോധ്യപ്പെടുത്തലുകളാണ് അനിവാര്യം. ഏറ്റവും നല്ല ബോധ്യം, നീ ചെയ്യരുത്, നീ പ്രവർത്തിക്കരുത് എന്ന് പറയുന്നതിനപ്പുറം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പഠിപ്പിച്ച പാഠങ്ങളുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ കുൽ ബി യമീനിക്, നീ നിൻ്റെ വലതു കൈ കൊണ്ട് കഴിക്കണം എന്ന പാഠമാണ് റസൂലുള്ളാഹ്. കുൽ ബിസ്മില്ല, നീ ബസ്മല പറയണം, ബിസ്മില്ല എന്ന് പറയണം. അങ്ങനെയൊക്കെ നീ ഇടത് കൈ കൊണ്ട് കഴിക്കരുത് എന്നല്ല, ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന നിലക്ക് ഏറ്റവും നല്ല ബോധ്യപ്പെടുത്തലുകൾ നമ്മളുടെ മക്കൾക്ക് നൽകാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. ആ നിലക്ക് ഏറ്റവും നല്ല മക്കളെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മളുടെ ഈ പള്ളിയിൽ പ്രവർത്തിച്ചു വരുന്നത് മദ്രസ സംവിധാനം. അൽഹംദുലില്ലാ, ഒരു വർഷമായി മദ്രസ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മദ്രസ കുട്ടികളുടെ അഡ്മിഷൻ എടുക്കുന്ന സമയമാണ്. വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് മദ്രസയിൽ പഠിക്കാനുള്ള ഒരു സിസ്റ്റം അൽഹംദുലില്ലാ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളുടെ മക്കളെ ആ മദ്രസ വിദ്യാഭ്യാസം നേടാൻ ഇപ്പോൾ അഡ്മിഷൻ സമയമായതുകൊണ്ട് തന്നെ അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ ഓഫ് ഖുർആനും അതിൻ്റെ അഡ്മിഷൻ സമയമാണ്. 4 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള സമയമാണ്. ഖുർആൻ വളരെ ചെറിയ പ്രായത്തിൽ ഏറ്റവും മനോഹരമായി ഓതാനും പഠിക്കാനും തജ്വീദ് നിയമങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് ഖുർആൻ ഓതാൻ പഠിക്കുന്ന വ്യവസ്ഥാപിതമായ ഒരു സംവിധാനമാണ് സ്കൂൾ ഓഫ് ഖുർആൻ. അതിൻ്റെ ഒരു അഡ്മിഷൻ സമയമാണ്. അഡ്മിഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് ഒരു കുട്ടിക്ക് പോലും അഡ്മിഷൻ എടുക്കാൻ കഴിയില്ല. ഒരു ക്ലാസ്സിൽ 20 കുട്ടികൾ മാത്രമാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ കാര്യമായി നമുക്ക് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വേഗം നിങ്ങൾ അഡ്മിഷൻ ആവശ്യമുള്ള ആളുകൾ അത് ബന്ധപ്പെട്ടവരെ അറിയിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള സകല പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന മുഴുവൻ സഹോദരീ സഹോദരന്മാർക്കും അള്ളാഹുയെ ഷിഫാഉൻ ആജിൽ നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അള്ളാഹുയെ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ എല്ലാവിധ ഖൈറും ബർക്കത്തും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളിൽ നീ കൺകുളിർമ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളെ മുഴുവൻ ആളുകളെയും നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. മരണത്തിൻ്റെ സമയം കലിമത്തു ഷഹാദ ഉച്ചരിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹുയെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളിൽ കടബാധ്യതയുള്ള ആളുകൾക്ക് എത്രയും വേഗം കടങ്ങൾ വീട്ടുവാനുള്ള തൗഫീഖ് അള്ളാഹുയെ നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബ ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ ذنوبنا وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.